ഹലോ കിഡൂസ്, ഇന്ന് നമുക്കൊരു സ്റ്റോറി കേട്ടാലോ? നിങ്ങൾക്ക് സ്റ്റോറി കേൾക്കുന്ന ഇഷ്ടമാണോ? എൻ്റെ ബേബിക്ക് സ്റ്റോറി കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഇന്ന് ഗോഡ്സ് ക്രിയേഷനെ കുറിച്ച് ഒരു സ്റ്റോറിയാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദൈവം ഓരോ ദിവസവും എന്തൊക്കെയാ സൃഷ്ടിച്ചതെന്ന്? ഓക്കെ, നമുക്ക് അത് കേൾക്കുന്നതിന് മുന്നേ ഒരു വാക്യം പഠിക്കാം. ഇന്ന് നമ്മുടെ സ്റ്റോറിക്ക് ബേസ് ചെയ്ത് ഞാൻ പറയാൻ പോകുന്ന വാക്യം ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്നുകൂടെ പറയട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. In the beginning, God created heaven and the earth. Genesis chapter 1 verse 1. നിങ്ങൾ വാക്യം പഠിച്ചോ? മമ്മിയെയും പപ്പയെയും ഇത് പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. ഗുഡ് ജോബ്. ഓക്കെ, ഇനി നമുക്ക് കഥ കേൾക്കാം. ഒന്നാം ദിവസം ദൈവം എന്തൊക്കെയാ സൃഷ്ടിച്ചതെന്നറിയാമോ? ഞാൻ പറയട്ടെ. ഒന്നാം ദിവസം ദൈവം രാത്രിയും പകലും ഉണ്ടാക്കി. എങ്ങനെയാ രാത്രിയും പകലും ഉണ്ടാക്കിയെന്നറിയോ? ഭൂമിയിൽ ഫുൾ ഇരുട്ടായിരുന്നു. ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോ ഇരുട്ട് വെളിച്ചമുണ്ടായി. എന്നിട്ടോ ദൈവം ഇരുട്ടിനെയും വെളിച്ചത്തിനെയും സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് വെളിച്ചത്തിന് ദൈവം പകലെന്ന് പേരിട്ടു, ഇരുട്ടിനോ രാത്രി എന്നും പേരിട്ടു. അങ്ങനെ പകലും രാത്രിയും ഉണ്ടായി. നിങ്ങൾക്ക് പകലാണോ രാത്രിയാണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് പകലാ ഇഷ്ടം. എന്താന്നറിയോ? പകല് നല്ല വെളിച്ചമുണ്ട്. നമുക്ക് എല്ലാം കാണാം, നമുക്ക് കളിക്കാൻ പോവാം, നമുക്ക് സ്കൂളിൽ പോവാം, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം, എല്ലാം നമുക്ക് പകല് ചെയ്യാലേ. രാത്രിയോ? രാത്രി ഫുൾ ഇരുട്ടാ. നമുക്ക് പേടിയാവും പുറത്തു പോവാൻ, ഒന്നും കാണാൻ പറ്റൂല അല്ലേ? അങ്ങനെ ഒന്നാം ദിവസം ദൈവത്തിന് താൻ ഉണ്ടാക്കിയതെല്ലാം ഭയങ്കര ഇഷ്ടമായി. ആ ദിവസം കഴിഞ്ഞു. രണ്ടാം ദിവസം എത്തി. രണ്ടാം ദിവസം ദൈവം ആകാശത്തെ ഉണ്ടാക്കി. ഭയങ്കര ഭംഗിയായിരുന്നു. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായി. ആ ദിവസം കഴിഞ്ഞു. മൂന്നാം ദിവസം എത്തി. മൂന്നാം ദിവസം ദൈവം എന്തൊക്കെയാ ഉണ്ടാക്കിയെന്നറിയോ? കടലിനെയും കരയെയും ഉണ്ടാക്കി. കടലില് ഫുൾ വെള്ളമല്ലേ. കരയിലോ? കരയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ദൈവം പറഞ്ഞു, നല്ല ഭംഗിയുള്ള ചെടികൾ ഉണ്ടാവട്ടെ. അതിൽ നിറച്ചും ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദൈവം പറഞ്ഞു, നിറച്ചും മരങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ നല്ല ഫ്രൂട്ട്സ് ഉള്ള മരങ്ങളും നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികളും ഒക്കെ ഉണ്ടായി. നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സാ ഇഷ്ടം? ആപ്പിളും ഗ്രേപ്സും മാംഗോയും വാട്ടർമെലണും ഒക്കെ എനിക്ക് ഇഷ്ടാ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ? ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയതാ. നല്ല ഭംഗിയുള്ള റോസും ജാസ്മിനും സൺഫ്ലവറും ഒക്കെ ദൈവം ഉണ്ടാക്കിയതാ. എന്ത് ഭംഗിയല്ലേ കാണാൻ. എല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് അറിയാമോ? ഓക്കെ, അങ്ങനെ ആ ദിവസവും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. നാലാമത്തെ ദിവസം എത്തി. നാലാം ദിവസം ദൈവം രാത്രിയിൽ വെളിച്ചം തരുവാൻ മൂണും പകല് വെളിച്ചം തരുവാൻ സണ്ണും മൊത്തം സ്റ്റാർസും ഉണ്ടാക്കി.
നിങ്ങൾക്ക് ഇഷ്ടമാണോ രാത്രിയിൽ സ്റ്റാറൊക്കെ ഇങ്ങനെ മിന്നുന്ന കാണാൻ? എന്ത് ഭംഗിയാലേ! രാത്രിയിൽ മൂണും സ്റ്റാർസും പകല് സണ്ണും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാലേ! ദൈവത്തിന് അതും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ 4-ാം ദിവസവും കഴിഞ്ഞു. 5-ാമത്തെ ദിവസം എത്തി. 5-ാം ദിവസം ദൈവം എന്തൊക്കെയാ ഉണ്ടാക്കിയെന്നറിയോ? 5-ാം ദിവസം കടലിലുള്ള എല്ലാ സീ ക്രിയേച്ചേഴ്സിനെയും ദൈവം ഉണ്ടാക്കി. അത് വലിയ തിമിംഗലം ഉണ്ടായിരുന്നു, കുഞ്ഞു മീനുണ്ടായിരുന്നു, നീന്തി കളിക്കുന്ന അമ്മയുണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള കടലിലുള്ള ജന്തുക്കളെയും ദൈവം ഉണ്ടാക്കി. മാത്രമല്ല, ആകാശത്ത് പറന്നു പറന്നു പോകുന്ന എല്ലാ പറവകളും എല്ലാ ബേർഡ്സിനെയും ദൈവം ഉണ്ടാക്കി. എന്ത് ഭംഗിയാല ബേർഡ്സും പൂമ്പാറ്റയൊക്കെ പറന്നു പോണ കാണാൻ. ഇതെല്ലാം ദൈവം ഉണ്ടാക്കി. അങ്ങനെ ആ ദിവസവും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായി. 5-ാം ദിവസവും കഴിഞ്ഞു. 6-ാമത്തെ ദിവസം എത്തി. 6-ാം ദിവസം ദൈവം എല്ലാ മൃഗങ്ങളെയും ഉണ്ടാക്കി. വലിയ ആനയും ഭയങ്കരനായ സിംഹവും കടുവയും പുലിയും കുഞ്ഞു പൂച്ചക്കുട്ടിയും ബൗബോ പറയണ പട്ടിക്കുട്ടിയും ഇങ്ങനെ എല്ലാ മൃഗങ്ങളെയും ദൈവം ഉണ്ടാക്കി. അപ്പോഴോ അതെല്ലാം കഴിഞ്ഞ് ദൈവം തന്റെ ഫേവറേറ്റ് ആയ മനുഷ്യനെ ഉണ്ടാക്കി. എങ്ങനെയാ മനുഷ്യനെ ഉണ്ടാക്കിയെന്നറിയോ? മണ്ണെടുത്ത് കുഴച്ച് മനുഷ്യനെ ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലുണ്ടാക്കി. എന്നിട്ട് മനുഷ്യന്റെ മൂക്കില് ദൈവം ഊതി ശ്വാസം ഊതി. അപ്പോഴോ ആ മനുഷ്യൻ ജീവനുള്ളതായി തീർന്നു. അങ്ങനെയാണ് ദൈവത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മനുഷ്യനെ ഉണ്ടാക്കിയത്. ഇങ്ങനെ ദൈവം 6 ദിവസം കൊണ്ട് ഈ ഭൂമിയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. 7-ാമത്തെ ദിവസം ദൈവം റെസ്റ്റ് എടുത്തു. നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് ദൈവം ഉണ്ടാക്കിയത് എന്തൊക്കെയാന്ന് മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ പറയട്ടെ. 1-ാം ദിവസം ദൈവം രാത്രിയും പകലും ഉണ്ടാക്കി. അതായത് വെളിച്ചവും ഇരുട്ടും ഉണ്ടാക്കി. 2-ാം ദിവസം ദൈവം ആകാശത്തെ ഉണ്ടാക്കി. 3-ാം ദിവസം എന്തൊക്കെയാ ദൈവം ഉണ്ടാക്കിയേ? ഒന്ന് പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. 3-ാം ദിവസം കടലും ഉണങ്ങിയ നിലമായ കരയും അതിൽ നിറച്ചും മരങ്ങളും ചെടികളും ഉണ്ടാക്കി. 4-ാം ദിവസം എന്തൊക്കെയാ ദൈവം ഉണ്ടാക്കിയേ? സണ്ണും മൂണും സ്റ്റാർസും ഉണ്ടാക്കി. 5-ാം ദിവസം ദൈവം സീ ക്രിയേച്ചേഴ്സിനെയും ബേർഡ്സിനെയും ഉണ്ടാക്കി. 6-ാം ദിവസം ദൈവം ആനിമൽസിനെയും മനുഷ്യനെയും ഉണ്ടാക്കി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇനിയും എന്റെ കഥ കേൾക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച വാക്യം എന്താ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. താങ്ക് യു.